Hello, Namaste, welcome back to my new video. In the 17th February, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന സ്റ്റോക്ക് പെർഫോമൻസ് ആണ് ഗോദ്രേജ് പ്രോപ്പർട്ടീസിൻ്റെ. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ വിൻറ്റേഡ് ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ടൈമിൽ എങ്ങനെ എൻട്രി സോഫ്റ്റ്വെയർ എങ്ങനെ പിക്ക് ചെയ്ത് തരും എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അതുപോലെ അതിൻ്റെ കൺഫർമേഷൻ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് കാണിക്കുക. അപ്പോൾ ഒരു പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് കാണാനോ പഠിക്കാനോ ഇൻട്രസ്റ്റ് ഉണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തുള്ള വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ഗോദ്രേജ് പ്രോപ്പർട്ടീസിൽ നമുക്ക് ഈ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ് 1969. അപ്പോൾ നമ്മൾ ഏത് ചാർട്ട് ഓപ്പൺ ചെയ്താലും മാർക്കറ്റ് റേറ്റ് ഇവിടെ ഡിസ്പ്ലേ വരും. ഇതിനകത്ത് ഈ ഒരു വൈറ്റ് കളർ ലൈൻ ഡേ സെപ്പറേഷൻ ആണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് റെഡ് ഡൗൺ ആയത് അത് സെൽ ചെയ്യാനുള്ളതും ഗ്രീൻ വരുന്ന ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് സിഗ്നൽസ് കിട്ടിയിട്ടുണ്ട്. ഈ വൈറ്റ് വെർട്ടിക്കൽ ലൈൻ ഡേ സെപ്പറേഷൻ ലൈൻ ഇന്നത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ഇതിൻ്റെ ഈ ക്യാൻഡലിൻ്റെ കൂടെ നമുക്കൊരു ലൈൻസ് പോകുന്നില്ല, അത് ട്രെൻഡ് ലൈൻ ആണ്. അതായത് റെഡ് ലൈൻ ഡൗൺ ട്രെൻഡിനെ ഗ്രീൻ ലൈൻ അപ്പ് ട്രെൻഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ ഈ റെഡ് സ്റ്റാർസ് റെസിസ്റ്റ് ചെയ്യുന്നത്, താഴത്തെ ബ്ലൂ സ്റ്റാർസ് സപ്പോർട്ട് ലെവൽസ് ആണ്. അതുപോലെ ക്യാൻഡിൻ്റെ ഇടയ്ക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് വരുന്നത് റെഡും ഗ്രീനും അല്ലാതെ വരുന്ന കളേഴ്സ് എല്ലാം സൈഡ് ഇൻഡിക്കേഷൻസ് ആണ്. അതുപോലെ സിഗ്നൽസ് വരുമ്പോൾ സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ നമുക്ക് അലേർട്ട് മെസ്സേജ് വരും, അലേർട്ടും വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. അതേ ഡീറ്റെയിൽസ് ഏറ്റവും മേഖല ഡിസ്പ്ലേ ആവുന്നുണ്ട്. നമുക്ക് ഈ ലാസ്റ്റ് വന്നിങ്ങനെ ബൈ നോക്കുകയാണെങ്കിൽ 1941-80 12.50 വന്ന ട്രേഡാണ്. അപ്പോൾ നമുക്ക് ഈ വന്ന ട്രേഡ് എല്ലാം എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളത് കൺഫേം സിഗ്നൽസിൽ മാത്രം എൻട്രി ചെയ്യുക. കൺഫർമേഷൻ ഇപ്പോൾ ഒരു ബൈസിക്കിൾ ആണെന്നുണ്ട്. ഈ ഫസ്റ്റ് കൺഫർമേഷൻ ആരോ വന്ന ശേഷം തൊട്ട് താഴത്തൊരു ബാറില്ലേ, ആ ബാർ ഗ്രീൻ തന്നെ ആയിരിക്കണം. അതുപോലെ പ്രൈസ് എന്ന് പറയുന്ന ബൈ സോൺ ആയിരിക്കണം. രണ്ട് കൺഫർമേഷൻ ഓക്കെയാണോ എങ്കിൽ ട്രേഡ് എടുക്കാം. ആരോ വന്നതിന് ശേഷം തൊട്ട് താഴത്തെ ബാർ ഗ്രീനും പ്രൈസ് ബൈ സോൺ തന്നെ ആയിരിക്കണം. ഇവിടെ നമുക്ക് 1941-80 ട്രേഡ് വന്നപ്പോൾ അതിൻ്റെ എക്സിറ്റ് ലെവൽ സോഫ്റ്റ് അവിടെ തന്നെ കാണിച്ചിരുന്നു. 46, 49, 52 ഇതുപോലെ 3 ടാർഗറ്റ് കാണിച്ചിരുന്നു. ഈ ടാർഗറ്റിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറേണ്ടത്. അപ്പോൾ ഇത് മുമ്പ് രാവിലെ നമുക്കൊരു സെല്ല് വന്നിട്ടുണ്ടായിരുന്നു, അതും കൺഫേം ആയിരുന്നു. താഴത്തെ ബാർ റെഡും പ്രൈസ് ആ സമയം സെൽ സോൺ ആയിരിക്കണം. അപ്പോൾ രണ്ട് കൺഫർമേഷൻ ഉള്ള ട്രേഡ്സ് മാത്രം നമ്മൾ എടുത്ത് വെച്ചാൽ മതി. അതായത് സോഫ്റ്റ് തന്നെ എല്ലാ ട്രേഡും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സൈഡ് വേസ് അറിയാൻ പറ്റും, റെസിസ്റ്റ് ചെയ്യുന്ന സപ്പോർട്ട് ലെവൽസ് അറിയാൻ പറ്റും, റീ എൻട്രി നമുക്ക് ചെയ്യും. ഇപ്പോൾ ഇനിയിപ്പോൾ മാർക്കറ്റ് നമുക്ക് ഓൾറെഡി പ്രോഫിറ്റ് ആണ്, മാർക്കറ്റ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി മാർക്കറ്റ് കയറണമെങ്കിൽ റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ആ ബ്രേക്ക് ഔട്ട് വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് റീ എൻട്രി ചെയ്യാം. അപ്പോൾ ഇത് ഫുൾ നമുക്ക് എല്ലാ സോഫ്റ്റ്വെയർ കാണിച്ചു തരും. ലൈവിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് ഡെമോൺസ്ട്രേഷൻ അറ്റൻഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.